കണ്ണപുരത്ത് സ്ഫോടനമുണ്ടായത് എങ്ങനെയെന്നതിൽ വ്യക്തതയില്ലാതെ പോലീസ്. ഇടുങ്ങിയ മുറിയിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതാകാം കാരണമെന്ന് സംശയം. കേസിൽ രാഷ്ട്രീയ ബന്ധമെന്ന ആരോപണം പോലീസ് തള്ളി. സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചത് വിൽപ്പനയ്ക്കെന്ന് കണ്ടെത്തൽ. സ്ഫോടക വസ്തുക്കൾ വാങ്ങാൻ ഉദ്ദേശിച്ചവരെ ലക്ഷ്യമിട്ട് പോലീസ് അന്വേഷണവും നടക്കുന്നു. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, ഈ വീടുകളിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ കെട്ടിടങ്ങളിലൊക്കെ സ്ഫോടനം ഉണ്ടാകുമ്പോൾ, സ്ഫോടക വസ്തു ശേഖരം അവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുമ്പോഴൊക്കെ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ചോദ്യം, ഈ നാട്ടിൽ സ്ഫോടക വസ്തുക്കൾ ആർക്കും വാങ്ങാനും ശേഖരിക്കാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഒക്കെ യഥേഷ്ടം സാധിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. അപ്പോൾ പോലീസിന് ഇതുമായി ഈ സ്ഫോടനം നടന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള ഒരു ഏകദേശ ധാരണ പോലും ഇല്ല. അവിടെ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടല്ലോ, അല്ലേ? മധു, ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ എങ്ങനെയാണ്. അതായത് ഒരു മുറിയിലാണ്, ഒരു വീട്ടിനുള്ളിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അതിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചതുമായി ബന്ധപ്പെട്ടതൊരു ഇടുങ്ങിയ മുറിയാണ്. അപ്പോൾ ആ ഇടുങ്ങിയ മുറിയിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു. അങ്ങനെ അതിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായാണത് പൊട്ടിത്തെറിച്ചത് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ആ സമയത്ത് കൊല്ലപ്പെട്ടയാൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്, മറ്റൊരാളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ഫോടനം വേറൊരു രീതിയിൽ നടക്കണമെങ്കിൽ അവിടെ മറ്റാരോ ഉണ്ടായിരിക്കണം, അയാൾ എന്തെങ്കിലും ചെയ്തിരിക്കണം. പക്ഷേ അങ്ങനെ ഒരാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. കൊല്ലപ്പെട്ടയാൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അയാൾ കിടന്നുറങ്ങുന്ന സമയത്താണ് സ്ഫോടനം നടന്നത് എന്നതാണ്. അപ്പോൾ പോലീസ് ഇതാണ് സംശയിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ വ്യക്തമായ ഒരു നിലപാടിലേക്ക് പോലീസ് ഇതുവരെയും എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ ആരോപണങ്ങൾ പല വശങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളൊക്കെ ഒക്കെ തന്നെ പോലീസ് തള്ളുകയാണ്. അതിൽ നിലവിലെ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നുമില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെ ഇത്രയും വലിയൊരു സ്ഫോടക വസ്തുക്കൾ അവിടെ എത്തിച്ചു എന്നതാണ്. ഇയാൾക്ക് എങ്ങനെ അത് കിട്ടി എന്ന ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഇത് ആർക്ക് നൽകാനാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയത് എന്നതും ചോദ്യമുണ്ട്. ഇതിനൊന്നും തന്നെ ഉത്തരമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ നേരത്തെ തന്നെ സമാനമായ കേസുകളിൽ പ്രതിയാണ്, 7 കേസുകളിൽ പ്രതിയാണ്. മാത്രമല്ല ഈ സ്ഫോടക വസ്തുക്കൾ ഇയാൾ ആർക്ക് നൽകാൻ ഉദ്ദേശിച്ചു എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഉത്സവ സീസണുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അടുത്തെങ്ങും ഉത്സവ സമയമല്ല, ഉത്സവ സീസണല്ല. അപ്പോൾ പിന്നെ ഇത് എന്തിനുണ്ടാക്കി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനൊക്കെ തന്നെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതി അനൂപ് മാലിക് പറയുന്നത്, പോലീസിന് നൽകിയ മൊഴി, ഈ കൊല്ലപ്പെട്ടയാളാണ് ഇതെല്ലാം ചെയ്തത്, താൻ ഈ വീട് വാടകയ്ക്ക് എടുത്ത് നൽകുക മാത്രമാണ് ചെയ്തത് എന്ന മറുപടിയാണ് അയാൾ നൽകിയിട്ടുള്ളത്. പക്ഷേ അത് പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരാൾക്ക് മാധു സൂചിപ്പിച്ച പോലെ തന്നെ പലതവണ സ്ഫോടനം നടന്നെങ്കിലും വീണ്ടും ഈ സ്ഫോടക വസ്തുക്കൾ കിട്ടുന്നു, അത് നിർമ്മിക്കാൻ ഒരു വീട് കിട്ടുന്നു, അവിടെ അയാൾക്കതൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. അതൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ പോലീസോ മറ്റുള്ളവരോ അറിയുന്നില്ല എന്നത് വലിയ വീഴ്ചയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനകൾ അടക്കം നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ എന്താണ് സ്ഫോടനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. പോലീസിന് അതാരാണ് വാങ്ങാൻ എത്തുന്നത് എന്നത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങുന്നതേയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളോ, എങ്ങനെയാണ് ഇയാൾ ഇതിവിടെ എത്തിച്ചതെന്നോ, ആർക്ക് വേണ്ടിയിട്ടാണ് എന്നോ, ആരാണിത് വാങ്ങാൻ ഉദ്ദേശിച്ചതോ എന്ന് തുടങ്ങിയ ഒരു കാര്യങ്ങളിലും വ്യക്തത വന്നിട്ടില്ല. കാരണം അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം പോലീസിന് വളരെ ഉറപ്പുണ്ട്, ഇതിന് രാഷ്ട്രീയ ബന്ധം ഇല്ല എന്നുള്ളത്. ആരാണ് വാങ്ങാൻ ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയിലേക്ക് എത്തുന്നതിന് മുൻപ് അതിൽ ആർക്കൊക്കെ ബന്ധമുണ്ട്, ആർക്കൊക്കെ ബന്ധമില്ല എന്ന സ്ഥിരീകരണം ഉണ്ടാകുന്നത് ഒരു വലിയ കഴിവാണ്.